കാട്ടാക്കട പ്ലാവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ SSLCക്ക് ഇത്തവണയും മിന്നുന്ന വിജയം നേടി വിദ്യാർത്ഥികൾ. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വലിയ വിജയമാണ് സ്കൂളിനുണ്ടായത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഗോപു നെയ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. 39 A+ ആണ് സ്കൂളിന് ലഭിച്ചത്. നെയ്യാറ്റിങ്കര വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ ലഭിച്ചത് പ്ലാവൂർ സ്കൂളിനാണ്. 209 കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. ഇതിൽ 208 പേരും വിജയിച്ചു. സ്കൂളിന് മികച്ച വിജയം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് രാഷ്ട്രീയ പ്രതിനിധികളും മികച്ച രീതിയിൽ കുട്ടികളെ വിജയിപ്പിക്കാൻ സാധിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്ന് അധ്യാപകരും വ്യക്തമാക്കി. സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി പരിപാടിക്ക് വന്നപ്പോൾ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോഴാണെങ്കിലും ഇവിടെ എത്തിച്ചേരണമെന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് 1 മണിക്കൂർ, കാരണം തീരുമാനിച്ചതിൽ 1 മണിക്കൂർ വൈകിയാണിലേക്ക് വരുന്നത് ചോദിക്കില്ല. കാരണം അത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാർത്ഥികൾ ഏത് സ്കൂളെന്ന് ചോദിച്ചാൽ അത് ഈ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ജനപ്രതിനിധിയായി കടന്നു വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ കേവലം ഒരു 2 മാസം അല്ലെങ്കിൽ അതിന് മാത്രമാണ് ഒരു പക്ഷേ പരീക്ഷ കയ്യിലുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ഓരോ അധ്യയന വർഷങ്ങളും കൃത്യമായിട്ടുള്ള കൂടി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തം മക്കളെ പോലെ സ്വന്തം മക്കളുടെ വിജയം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന രക്ഷിതാക്കളെ പോലെ ചേർത്ത് വിളിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി പ്രിയപ്പെട്ട അധ്യാപകർ എത്രത്തോളം അഭിനന്ദിച്ചാലും അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിവരില്ല എന്നുള്ള ബോധ്യപ്പെടുന്നു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷക്കാലങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ തിളക്കമാർന്ന വിജയം കൈവരിച്ച് നമ്മളിവിടെ അനുമോദനം നടത്തിയപ്പോൾ ഇതുപോലെ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിന് ചുവട് വെച്ചുകൊണ്ട് നിങ്ങളും ആ ഒരു ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂള് തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള റിസൾട്ടാണ് നമ്മുടെ സ്കൂളിന് കിട്ടിയത്. 39 ഫുൾ A+ ആണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഏറ്റവും സന്തോഷം. അപ്പോൾ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായി തോന്നുകയാണ് എനിക്ക്. പിന്നെ നേരത്തെ ഇവിടെ ഞാൻ വന്നപ്പോൾ പ്രിയപ്പെട്ട സാറോട് പറയുകയായിരുന്നു, നിങ്ങളെക്കാൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയായിരിക്കും. അവരുടെ വലിയ പരിശ്രമം അതിന് പിന്നിലുണ്ട്. അതിന് ഏറ്റവും കൂട്ടായി നിന്ന രക്ഷകർത്താക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്കൊരു മാനസിക സമ്മർദ്ദവും കൂടാതെ ഈ പരീക്ഷയെ നേരിട്ട് ഇത്രയും വിജയം കൈവരിക്കാൻ നിങ്ങളെ കൂടെ നിന്നവരാണ് അവരെല്ലാവരും. അപ്പോൾ സാറിന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. സാറിന്റെ മക്കളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയാണ്, ഫുൾ A+ മാത്രമല്ല, അതിന് A+ കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. Bയും Cയും Dയും വാങ്ങിയ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ആ 39 A+ കോടതി സ്കൂളിനുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ആള് 38, അപ്പൊ നമ്മൾ 39. പക്ഷെ പറഞ്ഞു വന്നത് അവിടെയും 3 പേര് ഫെയിലായി. പക്ഷെ ഇന്നലെ ഉച്ച വരെയും എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചവരോട് എല്ലാം പറഞ്ഞത് 100% റിസൾട്ട് കിട്ടും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉറപ്പ്. പക്ഷേ ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ ശരിക്കും പറയാൻ ഞാൻ ഇന്നലെ വൈകുന്നേരം ആ മോനെ വിളിച്ചു. അപ്പോൾ അവർ ജയിക്കേണ്ടതാണ്. നമുക്ക് പൂർണ്ണമായും റീവാലുവേഷനിലൂടെ ഫുൾ 100% കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവനോടും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 39 A+, പിന്നെ മറ്റൊരു വിഷമം എന്ന് പറയുന്നത് നമ്മുടെ 9ലും 8ഉം 9 A+ഉം 8 A+ഉം കിട്ടിയ കുട്ടികളിൽ ഫുൾ A+ കിട്ടാനുള്ള കുട്ടികൾ ഉണ്ട്. അത് വളരെ വിഷമം തോന്നുകയാണ്. എന്തായാലും നമ്മുടെ ഈ വർഷത്തെ മികച്ച റിസൾട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം എടുത്ത ഒരു പ്രയത്നത്തിൻ്റെ ഏറ്റവും മധുരകരമായ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ റിസൾട്ടിന് വേണ്ടി പരിശ്രമിച്ച
മുഴുവൻ സ്റ്റാഫിനെയും ഈ സമയം ആദ്യം അനുമോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അവര് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ അവരുടെ ഗ്രേഡ്, നമ്മുടെ എല്ലാ കുട്ടികളുടെയും ഗ്രേഡ് ഇത്ര ശതമാനം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ തന്നെ ഒരുപാട് പേര് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിന്നു. അവർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു റിസൾട്ടാണ്. കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും ഈ പരിസരങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പിന്നിലാക്കിയ ഒരു റിസൾട്ടാണ്. ഇന്നലെ എന്നെ നെയ്യാറ്റിക്കര ഗേൾസിലെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവരെന്നെ ചോദിച്ചത്, നിങ്ങൾ എന്ത് മാജിക്കാണ് റിസൾട്ടിൽ കാണിച്ചത് എന്ന് പറഞ്ഞാൽ, അവര് ഒരു 150-150ഓളം, കഴിഞ്ഞ പ്രാവശ്യം 100-ലധികം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയ സ്കൂളാണ്. പക്ഷെ ഇപ്പൊ വളരെ പിന്നിലായിപ്പോയി. അപ്പൊ അതുപോലെ മിക്കവാറും എല്ലാ സ്കൂളുകളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു, നിങ്ങളുടെ റിസൾട്ടിൽ എന്ത് മാജിക്കാണ് നിങ്ങൾ കാണിച്ചത്. അപ്പൊ അത് മാജിക്ക് ഒന്നുമല്ല, സത്യസന്ധമായി നിങ്ങൾക്ക് സമയബന്ധിതമായി ദോഷം തീർക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി നിങ്ങളെ യൂണിറ്റ് ടെസ്റ്റുകളും ടെസ്റ്റ് പേപ്പറുകളും മോഡൽ പരീക്ഷകളും ഒക്കെ എഴുതിപ്പിച്ച, അല്ലെങ്കിൽ അത് കഴിഞ്ഞും നിങ്ങൾ കരുതി പോർഷൻ തീർത്തിട്ട് ക്ലാസ് കരുതി, പക്ഷെ അതിനുശേഷം ക്ലാസ്സുകൾ വെച്ചു. അപ്പൊ അത് നല്ലൊരു ഇച്ഛാശക്തിയോടുകൂടെ പ്രവർത്തിച്ച ഒരു രീതിയെ നമുക്കുണ്ട്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ലഭിച്ചത്. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മുടെ സ്കൂളിനെ മറക്കരുത്. മറക്കുമോ? നിങ്ങൾ എത്ര ഉന്നതിയിലായിരുന്നാലും ഭാവിയിലെ ജോലിയൊക്കെ നേടി പല സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളപ്പോഴും നമ്മൾ പഠിച്ച സ്കൂളിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ പ്ലാവ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതോടൊപ്പം നിങ്ങളുടെ രക്ഷകർത്താക്കളൊക്കെ പ്ലാവ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് നമ്മുടെ സ്കൂള് ഇത്രയും വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മുടെ സ്കൂളിനെ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കലും മറക്കരുത്.